അസീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇതാ മറ്റൊരു പുതിയ ലാപ്ടോപ്പ് കൂടി. വെറും ലാപ്ടോപ്പല്ല, ഒരു കിണ്ണം കാച്ചി ലാപ്ടോപ്പ് എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. കാരണം അസീസിൻ്റെ റോഗ് സെഫറസ് G15 എന്ന് പറയുന്ന സീരീസിലുള്ള ഒരു പുതിയ ലാപ്ടോപ്പ് ഇന്ന് മാത്രം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന പുതിയ ലാപ്ടോപ്പ്. അപ്പോൾ അസീസിൻ്റെ ലാപ്ടോപ്പ് കാറ്റഗറിയിൽ നമ്മൾ രണ്ടാമതാണ് ഒരു ലാപ്ടോപ്പ് ഇത്തരത്തിൽ ലോഞ്ചിൻ്റെ അന്ന് തന്നെ നിങ്ങളെ പരിചയപ്പെടുത്താൻ കിട്ടുന്നത്. അപ്പോൾ റോഗ് സെഫറസ് എന്ന് നിങ്ങൾ എവിടെ കണ്ടോ അതിനെ നമുക്ക് എന്താ പറയുക, ഗെയിമിങ്ങിൻ്റെ ഉസ്താദായിരിക്കും എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷേ ഈ ഒരു ലാപ്ടോപ്പിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് വെറും ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് മാത്രമല്ല. ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണോ എന്ന് ചോദിച്ചാൽ ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. എന്നാൽ ഗെയിമിംഗ് ലാപ്ടോപ്പ് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം സാധാരണ നമുക്കറിയാം ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ എപ്പോഴും ഒരു ഭീകര ലുക്കാണ് നൽകുന്നത്, അല്ലേ? പക്ഷേ ഇതങ്ങനെയല്ല. കുറച്ചുകൂടി ബെറ്ററാണ് ഇതിൻ്റെ ഒരു ലുക്കൊക്കെ. കഴിച്ച് നമുക്ക് ഒരു ഓഫീസിൽ വെച്ച് വർക്ക് ചെയ്യണമെങ്കിൽ പോലും ഈ ലാപ്ടോപ്പ് ഉപയോഗിക്കാം എന്നാണ് അസീസ് അറിയിച്ചത്. ഞാനിതുവരെ കണ്ടില്ല, അൺബോക്സ് ചെയ്ത് നോക്കണം. എനിവേ നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ പുറത്ത് ഇതുപോലെ റോഗ് സെഫറസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ റോഗ് സെഫറസ് G15 തന്നെ ഏകദേശം 3 വ്യത്യസ്തങ്ങളായിട്ടുള്ള വേരിയൻ്റ് ഉണ്ട്. നമുക്ക് വന്ന പർട്ടിക്കുലർ മോഡൽ എന്ന് പറയുന്നത് GA503RW എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. വൈറ്റ് കളർ കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോൾ തന്നെ അടിപൊളി. ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കി, ഡോൾബി വിഷൻ സപ്പോർട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക, ടോപ്പ് സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു ലാപ്ടോപ്പിനുണ്ട്. Wi-Fi 6E ആണ്. എല്ലാത്തിലേക്കും വരാം. വേറെ ഈ ലാപ്ടോപ്പ് കൂടാതെ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ബോക്സ് ഇങ്ങനെ ഓപ്പൺ ആകുമ്പോൾ തന്നെ ഇവിടുന്ന് കണ്ടില്ലേ, ഇതിങ്ങനെ ഉയർന്നു വരുന്നൊരു മെക്കാനിസമാണ് ഉണ്ടല്ലേ. ഇതിനകത്തെല്ലാം റോഗിൻ്റെ ആ ഒരു എംബ്ലം ഉണ്ട്. ഇവിടെ റോഗ് റിപ്പബ്ലിക് ഓഫ് ഗെയിമേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ബോക്സിനകത്ത് ഇതിൻ്റെ യൂസർ മാനുവൽ, വാറൻറ്റി കാർഡ് ഇൻഫർമേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിനകത്ത് ഈ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. അവിടെ ഒന്നുമില്ല. ഈ ഒരു സൈഡിലും ഒന്നുമില്ല. ഇനി ഈ ഒരു സൈഡിലും ഇവിടെ ഉണ്ട്. ഇതിൻ്റെ പവർ അഡാപ്റ്റർ, ചാർജിങ് കേബിൾ, പവർ അഡാപ്റ്റർ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്ത് 240 വാട്ടിൻ്റെ ചാർജറാണ് നൽകിയിരിക്കുന്നത്, ഹെവി ചാർജർ. അതുപോലെ ഇത് 16 ആംപിയർ പ്ലഗ് ആണ്. അപ്പോൾ ഓർക്കുക, 6 ആംപിയർ പ്ലഗ് ഇല്ല. അപ്പോൾ ചെറിയ സോക്കറ്റിനകത്ത് ഇത് കയറില്ല. അപ്പോൾ അത് ഇതുപോലെ ഹൈ പവർ വേണ്ടുന്ന ലാപ്ടോപ്പിലെല്ലാം അങ്ങനെ തന്നെയാണ്. നേരത്തെയും നമ്മൾ അസ്യൂസിൻ്റെ അത്തരം ലാപ്ടോപ്പുകൾ കണ്ടിരുന്നു. എനിവേ, നമുക്ക് ഇതിൻ്റെ ബോക്സിനകത്ത് ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. ലാപ്ടോപ്പിലേക്ക് വരാം. ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ IPS ലെവൽ അഡാപ്റ്റീവ് സിങ്ക് ഡിസ്പ്ലേ ആണ്. അതുപോലെ 6 സ്പീക്കറുകളുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഡോൾബി വിഷൻ അറ്റ്മോസ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ DDR5 LPDDR5 റാം ടൈപ്പാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈ പെർഫോമൻസിന് അത് ഗുണം ചെയ്യും. MUX സ്വിച്ചിങ് ഇതിനകത്തുണ്ട്. അതുപോലെ ലിക്വിഡ് മെറ്റൽ തെർമൽ കോമ്പൗണ്ട് ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ് വെറും 30 മിനിറ്റ് കൊണ്ട് 50% ചാർജിലെത്തും. Wi-Fi 6E ആണ് നൽകിയിരിക്കുന്നത്. പ്രോ ആർട്ട് ട്രൂ കളർ ടെക്നോളജിയാണ് ഡിസ്പ്ലേയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. എന്തായാലും ബോക്സ് കൂടെ ഈ ഒരു കവർ കൂടെ ഓപ്പൺ ആക്കും. നല്ല രസമുണ്ട്. ഈ വൈറ്റ് കളർ ഒരു സ്പെഷ്യൽ ലുക്ക് തന്നെ ഈ ഒരു ലാപ്ടോപ്പിന് നൽകുന്നുണ്ട്. ഇവിടെ റിപ്പബ്ലിക് ഓഫ് ഗെയിമേഴ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. മൊത്തത്തിൽ കാണാൻ നല്ല രസമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു വൈറ്റ് കളറും ഒക്കെ ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിൻ്റെ ഒരു റഫ്നെസ് ലാപ്ടോപ്പിനില്ല. പക്ഷേ ഒരു നോർമൽ സാധാരണ ഒരു ലാപ്ടോപ്പിൻ്റെ ഒരു ലുക്കേ ഉള്ളൂ. എന്നാൽ അവിടെ ഇവിടെ ആയിട്ട് ഇതിൻ്റെ ഒരു പവർ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് നമുക്ക് ഒറ്റ വിരൽ ഉപയോഗിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. യെസ്, വളരെ സിമ്പിൾ. കാരണം ഇത് അത്ര ലൈറ്റ് വെയിറ്റ് ഒന്നും അല്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ 1.90 കിലോ ആണ് ഇതിൻ്റെ വെയിറ്റ്. അതുപോലെ 19.9 മില്ലിമീറ്ററാണ് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബിൽഡ് എന്ന് പറയുന്നത് അലുമിനിയം ബിൽഡാണ്, മെറ്റാലിക് ബിൽഡാണ് മൊത്തത്തിൽ. അപ്പോൾ അത്രയും ഒരു ബിൽഡ് ക്വാളിറ്റി ഈ ഒരു ലാപ്ടോപ്പിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഈ ഒരു സൈഡൊക്കെ കണ്ടാലേ കൃത്യമായിട്ട് ഇത് അലുമിനിയം ആണെന്ന് പറയും. കാരണം ഈ ഒരു വൈറ്റ് ടോൺ ആയതുകൊണ്ട് ഒറ്റ നോട്ടം നമുക്ക് ഇത് അലുമിനിയം ആണെന്ന് പറയത്തില്ല. പക്ഷേ ഇത് ഇവിടെയൊക്കെ നമുക്ക് ആ അലുമിനിയം നമുക്ക് കാണാൻ പറ്റും, ഈ ക്രോം ഫിനിഷ് പോലെ. എന്ത് തന്നെയായാലും നമുക്ക് ഈ ലാപ്ടോപ്പ് ഇനി ഒന്ന് ഓൺ ചെയ്യാം. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പ് ഓണായി വരുമ്പോൾ തന്നെ ആ ഒരു റോഗിൻ്റെ എംബ്ലം ഒക്കെ നമുക്ക് ഇതുപോലെ കാണാം. അത് ഈ ഒരു റോഗ് സീരീസിലുള്ള എല്ലാ ലാപ്ടോപ്പിലും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഈ വൈറ്റ് കളർ കൂടാതെ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ടഡ് പോലുള്ള ഒരു ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ ഇതിൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലത്ത് സൈഡിലേക്ക് വരും ഇവിടെ ഒരു USB പോർട്ട് കാണാം. അതുപോലെ മൈക്രോ SD പോർട്ട് ഇവിടെ കാണാം. ഇവിടെ ആയിട്ട് ഹീറ്റ് ഡിസ്പേഴ്സിങ് ഏരിയ, അതുപോലെ ഒരു കെൻസിംഗ്ടൺ ലോക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇടതുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചാർജിങ്ങിനുള്ള പോർട്ട്
പോർട്ട് കാണും. അപ്പോൾ ഓർക്ക് ഇതിനകത്ത് USB Type-C ചാർജിങ് പോർട്ടല്ല, സാധാരണ കൺവെൻഷണൽ ആയിട്ടുള്ള പോർട്ടാണ്. കാരണം 240 വാട്ടിൻ്റെ ചാർജറാണല്ലോ നൽകിയിരിക്കുന്നത്. അതുപോലെ HDMI പോർട്ട്, അതുപോലെ LAN പോർട്ട്, വീണ്ടും ഒരു USB പോർട്ട്, 2 USB Type-C തണ്ടർബോൾട്ട് പോർട്ട്, ഒരു 3.5mm ഓഡിയോ ജാക്കും കാണാം. ബാക്കിലെല്ലാം പ്രത്യേകിച്ചൊന്നുമില്ല, ഹീറ്റ് ഡിസ്പേഴ്സിങ് ഏരിയ ആണ് ഈ ഒരു ബാക്ക് സൈഡും കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു താഴ്ഭാഗവും മനോഹരം തന്നെയാണ്. ഇവിടെ ആയിട്ട് അതിൻ്റെ ഒരു സ്പീക്കറിൻ്റെ ഔട്ട് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ഒരു ഹീറ്റ് ഡിസ്പേഴ്സിങ് ഏരിയ ആണ് ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ 15.6 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ലാപ്ടോപ്പിന് അത് നൽകിയിരിക്കുന്നത്. വെറും LCD ഡിസ്പ്ലേ മാത്രമല്ല, മികച്ച ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് 240 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഒരു DCI P3 എന്ന് പറയുന്നത് 100% ആണ്. അതുപോലെ ഈ ഒരു ലാപ്ടോപ്പ് 2K റെസൊല്യൂഷനാണ് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേയിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ പാൻറ്റോൺ വാലിഡേറ്റഡ് ഡോൾബി വിഷൻ സപ്പോർട്ട് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ അഡാപ്റ്റീവ് സിങ്ക് എന്ന ഫീച്ചറും ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേയിൽ നൽകിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ LED ഡിസ്പ്ലേ അല്ല എന്നുള്ളൊരു കുറവേ ഉള്ളൂ, IPS LCD ഡിസ്പ്ലേ വിത്ത് ഹയർ റിഫ്രഷ് റേറ്റ്. അതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിന് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് അതിമനോഹരം തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പിച്ച് പറയാം, ഇത്രയധികം റിഫ്രഷ് റേറ്റ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് ഉള്ളതുകൊണ്ട് തന്നെ. അതുപോലെ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 300 നിറ്റ്സ് ആണ്. അപ്പോൾ സാധാരണ ലാപ്ടോപ്പുകൾക്ക് ഈ പറഞ്ഞ പോലെ സ്മാർട്ട് ഫോണുകളുടെ പോലെ ഭയങ്കരമായിട്ടുള്ള നിറ്റ്സ് ബ്രൈറ്റ്നസ് കൊടുക്കാറില്ല. അപ്പം ഒരു മൊബൈലിൻ്റെ കേസിലേക്കാണെങ്കിൽ 1500 1700 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഒക്കെ വരും. അപ്പോൾ ലാപ്ടോപ്പുകൾ പലപ്പോഴും നമ്മൾ ഇൻഡോറിലാണല്ലോ ഉപയോഗിക്കുന്നത്, റൂമുകൾക്കുള്ളിൽ വെച്ച് ഉപയോഗിക്കുന്നത്, ഔട്ട്ഡോറിലേക്ക് അങ്ങനെ അധികം കൊണ്ടുപോകാറില്ല. അതുകൊണ്ടായിരിക്കും 300 നിറ്റ്സിൽ നിർത്തിയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു വിസിബിലിറ്റിക്ക് ഇപ്പോൾ നിലവിൽ കുറവൊന്നുമില്ല, മനോഹരമായിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ലാപ്ടോപ്പിനകത്ത് വൈഫൈയുടെ ലേറ്റസ്റ്റ് Wi-Fi 6E സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് നൽകിയിട്ടുണ്ട്. NVIDIA GeForce RTX 3070 Ti എന്ന് പറയുന്ന 8GB ഗ്രാഫിക്സ് കാർഡാണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിരിക്കുന്നത്. ഓക്കെ, ഗ്രാഫിക്സ് കാർഡ് മാത്രം 8GB നൽകിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മികച്ച ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ നിന്ന് ആസ്വദിക്കാൻ സാധിക്കും. മാത്രമല്ല വീഡിയോ എഡിറ്റിംഗ്, അതുപോലെ ഫോട്ടോഷോപ്പ് എഡിറ്റിംഗ്, അങ്ങനെയുള്ള വലിയ ടാസ്കുകൾ പോലും നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും. വീഡിയോ എഡിറ്റിംഗ് ഒക്കെ വളരെ സ്മൂത്തായിട്ട് ചെയ്യാൻ സാധിക്കും. കാരണം ഈ ഒരു ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ, അതും 8GB. അതുപോലെ തന്നെ ഈ ഒരു ലാപ്ടോപ്പിനകത്ത് ഇത്തരത്തിൽ ഇവിടെ ഒരു ഫ്രണ്ട് ക്യാമറയായിട്ട് 720p HD IR ക്യാമറ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫേസ് അൺലോക്കിങ്ങും ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് സാധ്യമാണ് എന്നുള്ളതും പ്രത്യേകതയാണ്. അതുപോലെ ഈ ഒരു ലാപ്ടോപ്പിനകത്തുള്ള ബ്ലൂടൂത്ത് വെർഷൻ എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് 5.2 ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അടുത്തായിട്ട് ഈ ഒരു ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ AMD Ryzen 9 പ്രോസറാണ്. അതും 6900HS എന്ന സീരീസിലുള്ള പ്രോസസറാണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിരിക്കുന്നത്. 16GB RAM ആണ് ഈ ഒരു പർട്ടിക്കുലർ മോഡൽ നൽകിയിരിക്കുന്നത്. അതും DDR5 RAM ആണ് ഈ ലാപ്ടോപ്പിൽ നൽകിയിരിക്കുന്നത്. 1TB SSD ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ SSD വെക്കുന്നതിന് പോലും 2 സ്ലോട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു SSD കൂടി വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ഇതുപോലെ വെക്കാം. അതുപോലെ റാമിൻ്റെ കാര്യം പറഞ്ഞാൽ നിലവിൽ ഇതിനകത്ത് 16GB RAM ആണ്, 8GB 2 സ്ലോട്ടുകളായിട്ട് വെച്ചിരിക്കുന്നു. നമുക്ക് മാക്സിമം 40GB RAM വരെ നമുക്കിത് എക്സ്പാൻഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. 2020 എന്ന രീതിയിൽ 2 റാമുകൾ നമുക്ക് വെക്കാനുള്ള സ്ലോട്ടും ഈ ഒരു ലാപ്ടോപ്പിലുണ്ട്. നിലവിൽ ഈ ഒരു മോഡൽ വാങ്ങിയാൽ 16GB RAM ആണ് ഇതിനകത്ത് ലഭിക്കുക. ഈ ഒരു ലാപ്ടോപ്പിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്തെന്ന് ചോദിച്ചാൽ ഈ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ ഇത്രയും ഭാഗമാണ്. അതായത് ഭയങ്കര സ്മൂത്താണ് ഇതിൻ്റെ കീബോർഡ്, പറയാതെ വയ്യ. അതായത് നമ്മൾ ഈ എന്താ പറയുക, ഒരു വളരെ കുഷൻ എഫക്റ്റ് നമുക്ക് ഇതിൻ്റെ ഈ ഓരോ കീസ് നൽകുന്നുണ്ട്. അതുപോലെ ഈ ട്രാക്ക് പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈ ഇങ്ങനെ ഒന്ന് കുത്തി കഴിഞ്ഞാൽ തെന്നി അങ്ങ് പോകും, ഒരു സ്റ്റോപ്പ് ആവില്ല. അത്രയും ഫ്ലൂയിഡിക് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ട്രാക്ക് പാഡിൽ ലഭിക്കുന്നുണ്ട്. ഒരു വലിയ ട്രാക്ക് പാഡാണ്. അതുപോലെ കീബോർഡ് ഒരു ഫുള്ളി കീബോർഡാണ്. പക്ഷേ ഫുള്ളി കീബോർഡ് എന്ന് പറയാൻ അങ്ങനെ പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. സെപ്പറേറ്റ് നമ്പർ പാഡ് ഇവിടെ സെപ്പറേറ്റ് ഇല്ല. ഇവിടെ മുകളിലായിട്ടാണ് നമ്പർ പാഡുകൾ കൊടുത്തിരിക്കുന്നത്. എന്ത് തന്നെയായാലും മനോഹരമായിട്ടുള്ള ലേ ഔട്ടാണ്. ഇവിടെ ഇതുപോലെ സ്പീക്കർ വെൻ്റ് പുറത്തേക്ക് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സൗണ്ട് ഔട്ട് നമുക്ക് നല്ല രീതിയിൽ മുകളിലേക്ക് നമുക്ക് കേൾക്കാൻ സാധിക്കും. എന്ത് തന്നെയായാലും നല്ല വിശാലമായ ഒരു ഏരിയ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വൈറ്റ് കളറും എല്ലാം കൂടെ ചേരുമ്പോൾ അതിമനോഹരം തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കും. നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റീരിയോ സൗണ്ട് തന്നെയാണ് നമുക്ക് വരുന്നത്. ഇവിടെ ഈ ഒരു സ്പീക്കർ വെൻ്റ് മുകളിലേക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ സൗണ്ട് നല്ല രീതിയിൽ നമുക്ക് പുറത്തേക്ക് കേൾക്കാം. സാധാരണ പല ലാപ്ടോപ്പിൻ്റെയും കേസിൽ സ്പീക്കർ വെൻ്റ് താഴെയാണ്. പലപ്പോഴും നമ്മൾ ടേബിളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൗണ്ട് ഔട്ട് അടഞ്ഞ് ഇരിക്കുന്ന ഒരു അനുഭവമുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു വെൻ്റ് മുകളിലേക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ സൗണ്ട് നല്ല രീതിയിൽ പുറത്തേക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്ത് തന്നെയാലും
നല്ല ഒരു സൗണ്ട് എക്സ്പീരിയൻസ്, നമുക്കൊരു മൾട്ടിമീഡിയ അനുഭവം നന്നായിട്ട് ഈ ഒരു ലാപ്ടോപ്പിൽ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സൗണ്ട് 6 സ്പീക്കറാണ് ഈ ഒരു ലാപ്ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വോളിയം ഈ ഒരു ലാപ്ടോപ്പിന് നൽകിയിട്ടുണ്ട്. അതിമനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ലാപ്ടോപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. മനോഹരമായിട്ടുള്ള ക്വാളിറ്റി. LCD ഡിസ്പ്ലേ ആണ്, LED ഡിസ്പ്ലേ അല്ല എങ്കിലും LED ഡിസ്പ്ലേ തോൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള ക്വാളിറ്റി. LED ഡിസ്പ്ലേ ആണെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു LED ഡിസ്പ്ലേ ആണെന്നേ തോന്നുന്നു. അത്രയും മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ക്വാളിറ്റി തന്നെ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് സമ്മാനിക്കുന്നുണ്ട്. സീരിയസ്ലി ഇംപ്രസീവ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ലാപ്ടോപ്പിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിനകത്ത് Windows 11 ഹോം എഡിഷൻ ആണ് വരുന്നത്. അതുപോലെ മൈക്രോസോഫ്റ്റ് ഓഫീസും ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല, ആൾറെഡി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതും ബണ്ടിൽ ചെയ്തിട്ടാണ് എന്തായാലും, അതായത് MS ഓഫീസും ബണ്ടിൽ ചെയ്തിട്ടാണ്, അതിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ ബണ്ടിൽ ചെയ്ത് വരുന്നു എന്നുള്ളതും വലിയ കാര്യം. 90 വാട്ട് അവറിൻ്റെ ബാറ്ററിയാണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിരിക്കുന്നത്. ചാർജ് ചെയ്യാനായിട്ട് 240 വാട്ടിൻ്റെ ചാർജറുമാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ 16 ആംപിയറിൻ്റെ പ്ലഗാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങുന്നെങ്കിൽ വീട്ടിൽ 16 ആംപിയറിൻ്റെ പ്ലഗ് പോയിന്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു അഡാപ്റ്റർ 6 to 16 ആംപിയർ പ്ലഗ് അഡാപ്റ്റർ വാങ്ങാൻ കിട്ടും. അത് ഉപയോഗിച്ച് നമുക്ക് ഇത് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ വിശേഷം. അപ്പോൾ ഓർക്കുക, ഇത് ഗെയിമിങ്ങിന് മാത്രമല്ല, ഇതിൻ്റെ ഡിസൈൻ കണ്ടില്ലേ, സാധാരണ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിൻ്റെ റഫ്നെസ് ഇതിനകത്ത് നൽകിയിട്ടില്ല. ഗെയിമിങ്ങിന് മാത്രമല്ല, ഗെയിമിങ്ങിനും നമ്മുടെ ഏത് ആവശ്യത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിഡിൽ ലാപ്ടോപ്പ് തന്നെയാണ് ASUSന്റെ ROG Zephyrus G15 സീരീസിലെ ഈ ഒരു പർട്ടിക്കുലർ ലാപ്ടോപ്പ്.